ഹലോ മക്കളെ, നിങ്ങൾക്ക് SSLC മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഉറപ്പായി ചോദിക്കുന്ന ചോദ്യമാണ് ആൽജിബ്രിക് ഫോമും nth ടേമും. ആൽജിബ്രിക് ഫോം എന്ന് പറഞ്ഞാൽ ബീജഗണിത രൂപം. ഓക്കെ, എന്ന് വെച്ചൊരു ഫോർമുല. ആൻഡ് അതേപോലെ nth ടേം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ 10ാമത്തെ ടേം കണ്ടുപിടിക്കണം, 25ാമത്തെ ടേം കണ്ടുപിടിക്കണം, അതിനുള്ള ഫോർമുല. ഇനി നിങ്ങളോട് ടീച്ചേഴ്സ് പറഞ്ഞു തരാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. രണ്ടാൾക്കും സെയിം ഫോർമുലയാണ്. ഓക്കെ, nth ടേം എന്ന് പറഞ്ഞാലും ആൽജിബ്രിക് ഫോം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ഫോർമുല പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. ഇത് അല്ലെങ്കിൽ ഇത് രണ്ടും പഠിക്കണോ? വേണ്ട. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാം. nth ടേം, എന്നാം പദം എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് നമുക്ക് 10ാമത്തെ ടേം കണ്ടുപിടിക്കണം. അപ്പോൾ 10 n വരും. ഓക്കെ, 10ാമത്തെ ടേം കണ്ടുപിടിക്കണേ n 10 വരാം, a 10 വരും. അപ്പോൾ 10 - 1 അപ്പം 9. 9d, 9 പൊതുവ്യത്യാസം. ഇനി അതല്ല, ഈ ബ്രാക്കറ്റ് മക്കളെ n × ഡിയും -1 × ഡിയും ചെയ്താൽ ഈ സാധനം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരെണ്ണം പഠിക്കാം, രണ്ടും നല്ലതാണ്. ഓക്കെ, ഏത് പഠിച്ചാലും ആൻസർ ഫുള്ള് കിട്ടുമെന്ന് ഞാൻ ഗ്യാരണ്ടി തരാം. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? nth ടേം എന്നാം പദം എന്ന് പറയുമ്പോൾ dn, കോമൺ ഡിഫറൻസ് ഇൻറ്റു n എന്ന് പറയുമ്പോൾ 10 ആക്കണേ, d × 10 പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ എഫ് മെയും സെയിം ആണ്. എഫ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം ആദ്യത്തെ പദം -d. ഓക്കെ, ഈ -d ഇതും കൂടി ബ്രാക്കറ്റിൽ ഇട്ടാൽ ഇങ്ങനെ കിട്ടും. രണ്ടും സെയിം ആണ്. ഏതെങ്കിലും ഒരെണ്ണം പഠിക്കുക. an = a + n - 1 × d അല്ലെങ്കിൽ xn = dn + f - d. ഈ ഫോർമുല പഠിച്ചാൽ ഈ ചാപ്റ്ററിലെ 99% ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. തുടങ്ങി നോക്കിയാലോ? ഓക്കെ, നമുക്ക് നോക്കാം ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് വരിക. ഓക്കെ, ഈ സാധനം ഒന്ന് ക്ലോസ് ചെയ്യട്ടെ. ആ ലൈക്ക് ബട്ടൺ അടിക്കാതെ ഒരു ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത ടോപ്പിക് വേണമെങ്കിൽ എന്നാണെങ്കിലും കമൻറ്റും ചെയ്യുക. ഓക്കെ, റെഡി? നമുക്ക് പ്രീവിയസ് വീഡിയോ ഇതിൻ്റെ കാണാത്തവർ അതും കാണാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ടോപ്പിക്ക് ഞാൻ അതിലാണ് ചെയ്തത്. ഓക്കെ, റെഡി? ഇനി നോക്കിയേ, ഇവിടെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ 10th ടേം. ഈ സാധനത്തിൻ്റെ 10ാമത്തെ പദം കണ്ടുപിടിക്കുക. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ കൊടുത്തൊരു ഫോർമുലയല്ലേ ഇത്, നിങ്ങൾക്ക് കോംബോ ആയിട്ട് 1 2 3 4 എന്നാണോ തന്നത്? അല്ല, ഇതൊരു ഫോർമുല ആയിട്ടാണ് തന്നെ n ഉണ്ട് അതിനെ നമ്മൾ ആൽജിബ്രൈക് ഫോം. എന്താണ് ആൽജിബ്രൈക്കിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചാൽ BRAKEL, ആ ബ്രേക്ക് അല്ല, ഇത് വേറെ ബ്രേക്ക്. ആൽജിബ്രൈക് ഫോം അഥവാ ബീജഗണിത രൂപം. എന്താണ് ഇതിന് ബീജഗണിത രൂപം എന്ന് പറയും? സാറേ, നമ്മൾ ഇത്രയും നേരം പഠിച്ച ഈ സാധനവും ആ 1 2 3 4 കോമ ഇടുന്നത് സെയിം ആണോ? സെയിം ആണ്. എന്നാം പദം nth ടേം xn എന്ന് പറയുമ്പോൾ nth ടേം = 6 × n + 5. കോഡാണ്, സീക്രട്ട് കോഡാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ പദം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് nth ടേം കണ്ടുപിടിക്കണമെങ്കിൽ 6n + 5 ചെയ്യണം. ഓക്കെ, ഇനി നമുക്കിവിടെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ nth ടേം അല്ല വേണ്ട, x1 ഇടാം, n-ന് പകരം 1 ഇടാം. n-ന് പകരം 1 ഇടുമ്പോൾ 6 × 1 + 5. അത് ചെയ്ത് വരുമ്പോൾ എത്രയാണ് മക്കളെ? 6 × 1 6 + 5 11. അപ്പോൾ ആദ്യത്തെ പദം ഫസ്റ്റ് ടേം ഈസ് 11. സെക്കൻഡ് ടേം എന്താണ്? x2 എന്ന് പറയുമ്പോൾ 6 × n അല്ല, 6 × ഇവിടെ നമ്മൾ 2 ആക്കി, അപ്പോൾ അവിടെ നമ്മൾ 2 ആക്കുന്നു, +5. അപ്പോൾ 12 + 5 17 അല്ലേ? 6 × 2 +5. റെഡി? അങ്ങനെ x3 നമുക്ക് കണ്ടുപിടിക്കാം. അത് നിങ്ങൾ കമൻസിൽ അറിയിക്കാം. x3 തേർഡ് ടേം എന്താണ് നിങ്ങൾ കമൻറ്റിൽ പറയാം. കമൻറ്റിൽ എല്ലാവരും പറയണം. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചത് 10ാമത്തെ പദം x10 എന്ന് പറയുമ്പോൾ 6 × 10 + 5 60ഉം 5ഉം കൂട്ടിയാൽ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, എന്നിട്ട് അഡീഷൻ ചെയ്യുക, 65 കിട്ടും. സിമ്പിൾ അല്ലേ? സിമ്പിൾ. ഇനി ഇതിൽ നിന്ന് സമാന്തര ശ്രേണി, ഹൗ ടു ഫൈൻഡ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. ഇപ്പം നിങ്ങൾ കണ്ടു ഫസ്റ്റ് ടേം 11 17 എന്നൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ കോമ ഇട്ടിട്ട് സാർ എങ്ങനെ എഴുതാം? വളരെ സിമ്പിൾ. 11 എഴുതി, ഫസ്റ്റ് ടേം എഴുതി. അത് കഴിഞ്ഞാൽ അടുത്ത ടേം 17, രണ്ടാമത്തെ ടേം എഴുതി. ഇനി അടുത്ത ടേം കണ്ടുപിടിക്കും. മൂന്നാമത്തെ ടേം നിങ്ങൾ കമൻറ്റ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്ത ടേം നമ്മൾ കണ്ടുപിടിക്കണം. 2 കിട്ടിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. കോമൺ ഡിഫറൻസ് വളരെ സിമ്പിളാണ്. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? ഇവിടെ പൊതുവ്യത്യാസം എന്താണ്? പൊതുവ്യത്യാസം എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൈനസ് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക? 17 - 11. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും 6. ഈ 6 കിട്ടാൻ വേറൊരു ട്രിക്ക് ഞാൻ പറയട്ടെ. ട്രിക്കാണേ, ട്രിക്ക് വളരെ യൂസ്ഫുൾ. എക്സാമിനൊക്കെ എപ്പോഴാണ് ആൻസർ കിട്ടും. നിങ്ങളിവിടെ ഒരു ബീജഗണിത രൂപം കണ്ടു അല്ലേ? 6n + 5 4n + 2 ഇതൊക്കെ കാണും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ, n-ൻ്റെ കൂടെയുള്ളൊരു നമ്പർ കണ്ടോ? n-ൻ്റെ കൂടെയുള്ള നമ്പർ, n-ൻ്റെ കോഎഫിഷ്യൻറ്റ് അല്ലേ, ഗുണിതം എന്നൊക്കെ പറയുന്ന സാധനം അതന്നെ. ഇതാണ് കോമൺ ഡിഫറൻസ്. n-ൻ്റെ കൂടെയുള്ള നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പറാണ് പൊതുവ്യത്യാസം. നോക്കിയേ, 6 അല്ലേ കിട്ടിയത്, 6 കൂട്ടിക്ക് 17 + 6 23 23 + 6 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം കോമൺ ഡിഫറൻസ് ആൽജിബ്രൈക് ഫോം എന്നാൽ എങ്ങനെയാണ് ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം തേർഡ് ടേം എത്രാമത്തെ പദം കണ്ടുപിടിക്കാനും പഠിച്ചു. സെക്കൻഡ് കാര്യം, അത് കോമയായിട്ട് എഴുതാൻ പഠിച്ചു. നമ്മൾ ബീജഗണിത രൂപമായിട്ട് എഴുതാൻ വേണ്ടി പഠിച്ചു. നമ്മൾ എന്താണ് കോമയായിട്ട് സമാന്തര ശ്രേണി എഴുതാൻ പഠിച്ചു. മൂന്നാമത്തത്
കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ട്രിക്കും പഠിച്ചു. എന്നിൻ്റെ കൂടെയുള്ള നമ്പർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നിങ്ങൾ റെഡി ആണല്ലോ? നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ചോദിച്ചത് എട്ടാമത്തെ പദം. ക്വസ്റ്റ്യനിൽ എട്ടാമത്തെ പദം എങ്ങനെ കണ്ടുപിടിക്കുക? എക്സ് എൻ തന്നിട്ടുണ്ട്, -2n + 4. -2n + 4. ഇവിടെ നമുക്ക് എട്ടാമത്തെ പദം എക്സ് ഇൻറ്റു 8. എക്സ് ഇൻറ്റു 8 അല്ല, എക്സ് 8. അപ്പം -2 ഇൻറ്റു എന്നിന് പകരം 8 എടുക്കുക, +4. -2 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ -16 + 4. മക്കളെ -16 4 എന്ന് പറയുമ്പോൾ 16 - 4 12. പക്ഷെ വലിയ നമ്പർ മൈനസ് ആയതുകൊണ്ട് -12. അപ്പോൾ എട്ടാമത്തെ പദം എന്ന് പറയുമ്പോൾ -12. ഇനി കോമൺ ഡിഫറൻസിന്റെ ചോദ്യം, വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? ഇവിടെ നമുക്ക് തന്നത് -2n + 4. അപ്പൊ ഞാൻ പറഞ്ഞു കോമൺ ഡിഫറൻസ് വെറുതെ കഷ്ടപ്പെടണ്ട. എന്നിന്റെ കൂടെയുള്ള നമ്പർ, വാട്ട് ഈസ് ദ ട്രിക്ക്? എന്നിന്റെ കൂടെയുള്ള നമ്പർ. എന്നിന്റെ കൂടെ ആരാണ് മക്കളെ? എന്നിന്റെ കൂടെ കുറെ ആൾക്കാർ 2 എന്ന് എഴുതിയിട്ടുണ്ടാവും. പകുതി ശരി. ഇവിടെ എന്നിന്റെ കൂടെ 2ന്റെ കൂടെ ഒരു നമ്പറും കൂടെ ഉണ്ട്, ഒരു പ്രത്യേക ആള്, അതാണ് -2 ആണ് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. മറക്കരുത്, മൈനസ് ഉണ്ടെങ്കിൽ മൈനസിന്റെ കാര്യം മറക്കരുത്. അപ്പൊ ആൽജിബ്രൈക് ഫോം തന്നു, നമുക്കത് കണ്ടുപിടിക്കാൻ പഠിച്ചു. ഓക്കെ, എത്രാമത്തെ ടേമും ബീജഗണിതമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. തിരിച്ച് ആദ്യത്തെ നമ്മൾ പഠിച്ച സാധനം, കോമയായിട്ടുള്ള സാധനത്തിന്റെ ആൽജിബ്രൈക് ഫോം ആക്കാൻ പഠിക്കണം. ഇതിന്റെ കോഡ് എങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുക? നമുക്ക് ആൽജിബ്രൈക് ഫോം എന്നാൽ സമാന്തര ശ്രേണിയാക്കാൻ പഠിച്ചു, അരിത്തമെറ്റിക് സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസ് എന്നാൽ എങ്ങനെ കോഡാക്കുക? 4n + 3 എന്നൊക്കെ പറയുന്നത് എങ്ങനെയാക്കുക? വളരെ സിമ്പിൾ. ഫൈൻഡ് ദി ആൽജിബ്രൈക് ഫോം ഓഫ് ദ ഫോം. ഓക്കെ, ഞാൻ നിങ്ങൾക്കൊരു ഫോർമുല പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. nth ടേമിന് an = a + n - 1d പഠിപ്പിച്ചു. ഇത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ xn = dn + f - d. മക്കളെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി ഇയാളെ നോക്കിയിട്ട് നിങ്ങൾ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഒന്നാം പദവും പൊതുവ്യത്യാസം. ഫസ്റ്റ് ടേം ആരാണ് മക്കളെ? ഫസ്റ്റ് ടേം a എന്ന് പറയുന്നതും f എന്ന് പറയുന്നതൊക്കെ 5 ആണ്. റെഡി? സംശയമില്ല അതിൽ. ഇനി കോമൺ ഡിഫറൻസ് നോക്കിയേ. കോമൺ ഡിഫറൻസ് ഡിയില് എന്താ മക്കളെ? 12 - 5. 12 - 5 എത്രയാ? സെക്കൻഡ് ടേം -5 d 7. അപ്പൊ കോമൺ ഡിഫറൻസ് 7 കിട്ടി. ഫസ്റ്റ് ടേം 5ഉം കോമൺ ഡിഫറൻസ് 7ഉം. ഈ രണ്ട് കാര്യം കൊണ്ടിട്ട് ഈ ഫോർമുല അല്ലെ ആ ഫോർമുലയിൽ കൊണ്ടിട്ടാൽ ആൻസർ കിട്ടും, സെയിം ആൻസർ കിട്ടുക. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമ്മൾ കിട്ടി 5 ആണെന്ന്, ഇവിടെ കോമൺ ഡിഫറൻസ് കിട്ടി 7 ആണെന്ന്. n അങ്ങനെ തന്നെ വെക്കുക. ബീജഗണിതം ആൽജിബ്രൈക് ഫോമിൽ n അങ്ങനെ ഉണ്ടാവണം, മാറ്റരുത്. അപ്പോൾ നമുക്ക് ഇട്ടാൽ എന്ത് കിട്ടും? an = 5 + മക്കളെ 7 ഇൻറ്റു ആണ്, 7 ഇൻറ്റു n - 1. ഓക്കെ, ശരിയാണല്ലോ. ഈ ഇങ്ങനൊരു ബ്രാക്കറ്റ് വരുമ്പോൾ നമ്മൾ 7 ഇൻറ്റു എന്നും 7 ഇൻറ്റു -1ഉം ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? an = 5 + 7n. ഈ 7 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ -7. ഓക്കെ, ഇനി നോക്കിക്കേ, ഒന്നും കൂടി കഴിയാനുണ്ട്. ഈ 5 ഉണ്ട് -7 ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുക നമ്മൾ? an = 7n ഞാൻ ഇങ്ങനെ തന്നെ എഴുതുന്നു. 5 - 7, 5ൽ നിന്ന് 7 കുറയുമ്പോൾ -2. അപ്പം നമുക്ക് 7n - 2 എന്ന് കിട്ടി. ഇതാണ് ബീജഗണിതം ഫ്രോം ഫസ്റ്റ് ഫോർമുല. സെക്കൻഡ് ഫോർമുലയിൽ കൊണ്ടേ നമ്മൾ ഇതിട്ട് എന്താ സംഭവിക്കുക? ഡി എന്ന് പറയുമ്പോൾ 7, കോമൺ ഡിഫറൻസ് 7. നോക്കിയേ, എഫ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം എന്താണ്? 5. ഇവിടെ ഡി വീണ്ടും വന്ന് 7. അപ്പോൾ എന്താണ് കിട്ടുക? xn എന്ന് പറയുമ്പോൾ 7n + 5 - 7. ഇതേ സെയിം സാധനം രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നേരെ എത്തി. ഫോർമുലയിൽ സെയിം സാധനമാണ്. അപ്പോൾ xn നമുക്ക് കിട്ടും 7n ഇവിടെ തന്നെ, 5 - 7 എന്ന് പറയുമ്പോൾ -2. അപ്പോൾ നമുക്ക് ബീജഗണിതം കിട്ടി. വി ഫൗണ്ട് ദ ആൽജിബ്രൈക് ഫോം. രണ്ട് ഫോർമുല വെച്ചിട്ട് സെയിം ആൻസർ കിട്ടി. പഠിച്ചല്ലോ? ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു എന്ന് ഉറപ്പാക്കുക. ലൈക്ക് ബട്ടൺ അടിക്കുക ആൻഡ് സബ്സ്ക്രൈബ് നിൽക്കുക. ഓക്കെ, റെഡി? അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് പറ്റിയാൽ ഇത് നിങ്ങൾ എല്ലാവരും ഹോംവർക്ക് ചെയ്യാം. ദിസ് ഈസ് യുവർ ഹോംവർക്ക് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ആൻസർ ചെയ്യാം. ഇതാ ഒരു ബീജഗണിതം ഉണ്ട്, ആൽജിബ്രൈക് ഫോം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൽജിബ്രൈക് ഫോം കണ്ടുപിടിക്കുക. ഓക്കെ, എന്തെങ്കിലും ഒരു 4n - 2 5n + 6 അങ്ങനെ എന്തെങ്കിലും കിട്ടും. അതെന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം. നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യണം, എന്നാലേ നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ. ഓക്കെ, റെഡി? മക്കളെ, ലക്ഷ്യ ബാച്ചിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ ചാപ്റ്ററിൽ ഏകദേശം മൊത്തം വീഡിയോസും കണ്ട് പഠിച്ചിട്ടുണ്ടാവും. ഇതിനെക്കാട്ടും കുറേ ക്വസ്റ്റ്യൻസും PYQസും ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം തീർത്തിട്ടുണ്ടാവും. നിങ്ങൾക്കും ലക്ഷ്യ ബാച്ചിൽ പഠിച്ചിട്ട് ഫുൾ A+ മേടിക്കണം. അടിപൊളിയായിട്ട് എൻ്റെ ക്ലാസ് തന്നെ കണ്ടിട്ട്, എൻ്റെ ക്ലാസ് മാത്രമല്ല ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, സോഷ്യൽ, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എല്ലാത്തിനും കിട്ടണമെങ്കിൽ, കെമിസ്ട്രി ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഒരു വർഷത്തെ ഫീസ് മൊത്തം വരുന്നത് മക്കളെ 6000 റുപ്പീസാണ്. ഒരു വർഷത്തെ മൊത്തം ഫീസ് വരുന്നത്. റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും, ലൈവ് ക്ലാസ് ഉണ്ടാവും. നിങ്ങൾ വേഗം ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബുക്സും ഫ്രീ ആയിട്ട് കിട്ടും. ആൻഡ് നിങ്ങൾക്ക് PYQ മൊത്തം ആക്സസ് ഉണ്ടാവും. എല്ലാത്തിൻ്റെയും ക്ലാസ് നോട്ട്സ് ഉണ്ടാവും. ഇപ്പം ഞാൻ കാണിച്ച ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതിൻ്റെയൊക്കെ
100 ഇരട്ടി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലേറ്റ് ആവേണ്ട, വേഗം തന്നെ അഡ്മിഷൻ എടുത്തോളൂ. ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വിളിക്കാം, വാട്സാപ്പ് ചെയ്യാം. ഫീസ് വരുന്നത് 6000 ആണ് ഒരു വർഷത്തെ മൊത്തം. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ജോയിൻ ചെയ്യണമെങ്കിൽ ബുക്സും കിട്ടും, സ്റ്റോക്ക് തീരുന്നവരെ. ഓക്കെ, റെഡി ആണല്ലോ? അപ്പോൾ നമുക്ക് ഇതാ ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരു ഹിന്റ് തരാം. നോക്കിയേ, ഈ പ്രാവശ്യത്തെ ഈ വീഡിയോയിൽ എനിക്ക് 200 കമൻറ്റ്സ് വരണം എന്നാണ് ആഗ്രഹം. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ, എന്നെ ഇഷ്ടമാണെങ്കിൽ ഒരു 200 കമൻറ്റ്സ് എത്തിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ആൽജിബ്രൈക് ഫോം തന്നു, ബീജഗണിതം തന്നു. മലയാളം മീഡിയംകാർക്ക് ഞാൻ പറഞ്ഞതാണ്. ഫൈൻഡ് ദ ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾ എന്നിന് പകരം A1 ഇടാം, എന്നിന് പകരം 1 ഇടാം. അപ്പോൾ നിങ്ങൾക്ക് 3 × 1 - 2 നിങ്ങൾ ചെയ്യാം. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ഞാനൊരു ട്രിക്ക് പറഞ്ഞിട്ടുണ്ട്, എന്നിൻ്റെ കൂടെയുള്ള നമ്പർ. അതും കൂടെ ഞാൻ കമൻറ്റിൽ ഇടാം. ഓക്കെ, ഫൈൻഡ് ദ 10th ടേം. നിങ്ങൾ A10 ഇടാം. ലാൽ A10 ഫാൻസ് ഒക്കെ അസംബിൾ ചെയ്യുക. മമ്മൂട്ടി ഫാൻസ് ആണെങ്കിലും ആൻസർ ചെയ്തോളൂ. A10 ആൻസർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക എല്ലാവരും. ഇതും കൂടി ചെയ്താൽ നിങ്ങൾ ആൽജിബ്രൈക് ഫോം, ബീജഗണിതം ആൻഡ് nth ടേം, ഇത് nth ടേമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചെയ്തു, അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.